രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാഴ്ചയെ മറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അടുത്ത് കിടന്നവൻ തന്റെ പ്രാണനാണെന്നുള്ള തിരിച്ചറിവിലായിരുന്നു അവളുടെ ഓരോ നിമിഷവും. വല്ലാത്തൊരു ഭ്രാന്തിൽ അവന്റെ നെഞ്ചിലേക്ക് പിന്നെയും കയറിക്കിടക്കാൻ തുടങ്ങിയ നിമിഷം അതുവരെ കമിഴ്ന്നു കിടന്നവൻ നേരെ തിരിഞ്ഞവളെ ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധത്തിൽ ആഞ്ഞു പുലുകിയിരുന്നു. ഒരു നിമിഷം അവളുടെ ഹൃദയം പോലും നിന്നുപോയി. അത്രയും നേരം വരെ അവൻ ഉറക്കമാണെന്ന് കരുതി താൻ ചെയ്തു കൂട്ടിയതെല്ലാം അവൻ അറിഞ്ഞു എന്നുള്ള സംശയം മനസ്സിലേക്കെത്തിയതും അവളുടെ ശരീരമാകെ വിറച്ചു. വെപ്രാളത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യെന്ന പോലെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അല്പനേരം കഴിഞ്ഞിട്ടും അവന്റെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും മനസ്സിലായി ആള് ഉറക്കത്തിൽ തന്നെ പിടിച്ചതാണെന്ന്. അല്ലെങ്കിലും അവന്റെ പിടുത്തത്തിന്റെ ആക്കം അവൾക്കറിയാമല്ലോ. ഇത്തിരി നേരം അനങ്ങാതെ കിടന്ന് പയ്യെ അവന്റെ കയ്യിൽ നിന്ന് ഊരാൻ നോക്കിയതും അവൻ കാലുകൊണ്ട് കൂടി പൊക്കി വെച്ചവളെ പൂട്ടി. ആ വലിയ ശരീരത്തിനകത്തേക്ക് അവളെ ഒളിപ്പിക്കും പോലെ ഒന്നൂടെ അവളുടെ മുകളിലേക്ക് അവന്റെ പാതി ശരീരം കൂടി കയറ്റിവെച്ചു. അത്രയും ആയതും പെണ്ണ് ശ്വാസം പോലും എടുക്കാൻ വയ്യാത്ത വിധത്തിൽ അവന്റെ ഹൃദയക്കൂട്ടിൽ പെട്ടുപോയിരുന്നു. അടുത്തു വന്ന് കിടന്നിട്ടുണ്ട്. ഇതുപോലെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവൻ ടീഷർട്ടിലോ 3/4 ഒക്കെ ആവും. ഇതുപോലെ ഇതുപോലെ ആദ്യമാണ്. ഇതിപ്പോ ട്രൗസർ മാറ്റി നിർത്തിയാൽ. ഞെട്ടലോടെ അവന്റെ ദൃഢമായ നെഞ്ചിലേക്ക് നോട്ടം പായിക്കാതെ പെണ്ണ് കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ അരികിൽ ചെന്ന് കിടന്നപ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ചുംബിക്കുമ്പോഴും ഒന്നും തോന്നാത്തൊരു വെപ്രാളം അവളിൽ അധികമായി. നഗ്നമായ അവന്റെ ശരീരത്തിന് കീഴിലാണ് മുക്കാൽ ഭാഗവും താൻ. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരുവൻ അപ്പോഴും തലേന്നത്തെ കെട്ടിറങ്ങാതെ മയക്കത്തിൽ തന്നെയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവന്റെ കൈ ഒന്നയഞ്ഞു തോന്നിയതും പെണ്ണ് എങ്ങനെയൊക്കെയോ ആ കൈക്കുള്ളിൽ നിന്നും പിടിച്ചു കെട്ടിയ പോലെ തന്നിലേക്ക് അമർന്നു കിടന്ന കാലുകൾക്കിടയിലൂടെയും പുറത്തേക്ക് ചാടി. കട്ടിലിൽ നിന്നും ചാടി ഇറങ്ങിയ പെണ്ണ് കുറെ നേരമെടുത്തു ഒന്ന് നോർമലാവാൻ. ഇത്തിരി നേരമെടുത്ത് ഒന്ന് ഓക്കെ ആയതും അവളുടെ കണ്ണുകൾ പിന്നെയും അവനിലേക്ക് മാത്രമായി. അപ്പോഴാണ് അവന്റെ കയ്യിലെ ബാൻഡേജ് അവൾ കാണുന്നത്. പെണ്ണിന്റെ മുഖം തന്നെ വല്ലാതെയായി. ആ നേരം വരെ കാണാതിരുന്ന എന്തോ കണ്ടെന്ന പോലെ അവൻ വേഗം കട്ടിലേക്ക് കയറി അവന്റെ വലതു കൈ തന്റെ കൈക്കുള്ളിലേക്ക് എടുത്തു. അവൻ അടഞ്ഞുപോയി കിടന്നപ്പോഴും അവൻ തന്നെ കെട്ടിപ്പിടിച്ചപ്പോഴും ഒന്നും കാണാത്ത ആ മുറിവിലേക്ക് അവളുടെ കണ്ണുനീർ ധാരധാരയായി പതിച്ചു. പൊട്ടലാണോ ചതവാണോ എന്നൊന്നും അറിയില്ല. സ്വയം വേദനിച്ച് തന്നോടുള്ള ദേഷ്യം തീർത്തവന്റെ മുഖത്തേക്ക് അവൾ പിന്നെയും പിണക്കത്തോടെ നോക്കി. അവൻ ഉണർന്നു തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്താകും എന്നാലോചിച്ചവളുടെ കൈയും കാലും ആ നേരം മുതൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ഒന്ന് രണ്ടാവുന്നതും അത് മൂന്നാമതും ഒക്കെ അവൾ അറിഞ്ഞത് കിടന്നുറങ്ങുന്നവന്റെ മുഖത്തെ പേശികൾ വലിയുന്നതും കണ്ണു ചിമ്മുന്നതും ഒക്കെ കണ്ടുകൊണ്ടാണ്. പക്ഷെ പുറത്തെ ബെല്ല് പിന്നെയും പിന്നെയും അടിക്കുന്ന കണ്ടതും അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറന്നു. ഒരുപക്ഷെ ഇനിയും താൻ തുറന്നില്ലെങ്കിൽ പുറത്തു നിൽക്കുന്നയാൾ ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്തുമെന്ന് തോന്നുന്ന പോലെ വാശിയിലാണ് ബെല്ലടിച്ചു കൂട്ടുന്നതെന്ന് അവൾക്ക് തോന്നി. വെപ്രാളത്തിൽ തുറന്നുകൊണ്ട് തന്നെ ആ ഒരു ആയിപ്പ് അവളിലുണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്നതിനെ കണ്ടതും പെണ്ണിന് പിന്നെയും ഭയം കൂടി. വഴിന്ന് മാറി നിൽക്കടി. ഒച്ചയെടുത്തതും അഗ്നിക്ക് കയറാനെന്ന പോലെ അവൾ വാതിൽ നിന്നും മാറി നിന്നു. കയ്യിൽ കരുതിയിരുന്ന കുറെ അധികം കവറുകളും ഒരു ബാഗും അവൻ വന്ന് മുന്നിലെ ടീപ്പോയിലേക്ക് ഇങ്ങനെ കയറ്റിവെച്ചു. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഫ്രൂട്ട്സും ഒക്കെയാണ്. മുന്നിലിരിക്കുന്ന കവറിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. പിന്നെ ഈ കവർ അത് മെഡിസിൻസ് ആണ്. അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് അത് എന്തിന്റെയാണെന്നൊക്കെ. അവൾ ചോദിക്കാൻ വന്നതിനെ തടയാനെന്ന പോലെ അവൻ പറയുമ്പോഴും ആ മുഖം വലിഞ്ഞു മുറുകി തന്നെ ഇരുന്നു. അവന്റെ ദേഷ്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അകത്ത് കിടക്കുന്നവന്റെ കൈയുടെ അവസ്ഥയും ആ മുറിയുടെ കിടപ്പും കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ ഇവൻ തന്നോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ താൻ അർഹിക്കുന്നതാണെന്ന്. ആ ഒരു ചിന്ത വന്നതും കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. നിന്റെ ഈ കണ്ണുനീരിൽ ഒരു തുള്ളി സത്യമെങ്കിലും ഉണ്ടെങ്കിൽ അകത്ത് കിടക്കുന്നവൻ ആ ഒറ്റയാണ് നീ ഇന്ന് പൂട്ട് തീർത്തിരിക്കണം. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവന്റെ സംസാരത്തിൽ സിദ്ധ്യ കാര്യമൊന്നും മനസ്സിലാകാതെ പേടിയോടെയാണ് അവനെ നോക്കിയത്. കഴിഞ്ഞ 4 ദിവസമായി അവൻ ആഹാരം തൊട്ടിട്ടില്ല. നിന്നോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ അവൻ തീർത്തിരിക്കുന്നത് സ്വന്തമായി നശിച്ചുകൊണ്ടാണ്. അവിടെ കിടക്കുന്ന കുപ്പികളുടെ എണ്ണം കണ്ടാൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ ചോദ്യത്തിലെ പുച്ഛത്തിനുമപ്പുറം അവൾക്ക് കാണാൻ കഴിഞ്ഞത് അഗ്നിക്ക് അവനോടുള്ള സ്നേഹമായിരുന്നു.
ഒപ്പം കൂട്ടുകാരുടെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം താനാണെന്നുള്ള ദേഷ്യം തന്നോടും അസാധ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തവൾ. ഇന്നത്തെ ദിവസം കൂടി അങ്ങനെ പോയാൽ അവനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയേ നിവർത്തിയുള്ളൂ. പക്ഷെ അകത്ത് കിടക്കുന്നത് വംശിയാണ്. വാശിയിൽ ആർക്കും അവനെ ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവൻ അവിടേക്ക് വരുമെന്ന് നീ സ്വപ്നം പോലും ചിന്തിക്കരുത്. അതുകൊണ്ട് നീയായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നീ തന്നെ തീർത്തോണം. ഒരു വല്ലാത്ത തരം ആജ്ഞാപനം പോലെയായിരുന്നു അവനിൽ നിന്നും വന്ന വാക്കുകൾ. ഒരുപാട് രാത്രിയിലെ ഉറക്കം പോലും കളഞ്ഞവൻ നേടിയെടുത്ത കോൺട്രാക്ട് ആണ് ഇപ്പോൾ നിന്റെ പേരിൽ വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്നിരിക്കുന്നത്. നീ എന്ത് ചെയ്യുമോ ഏത് ചെയ്യുമോ അതെന്റെ മാറ്റർ ഓഫ് കൺസേണേ അല്ല. പക്ഷെ ഇന്നേക്ക് 4-മത്തെ ദിവസം വംശി ബാംഗ്ലൂർ ഈ പ്രോജക്ടിന്റെ ഫൈനൽ ഡിസ്കഷനിൽ ഉണ്ടാവണം. ആ ബാഗിൽ കാണുന്നത് അവന്റെ ലാപ്ടോപ്പും പുതിയ ഫോണുമാണ്. അതവൻ തല്ലിപ്പൊട്ടിക്കാതെ നോക്കേണ്ടതും അവനെ ആ പഴയ വംശിയായി ആ മീറ്റിംഗിൽ എത്തിക്കേണ്ടതും നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. തന്നോട് പറയുന്ന ഓരോ വാക്കിലും അവന്റെ കണ്ണുകളിൽ അഗ്നിയാണ് എരിയുന്നതെന്ന് തോന്നി അവൾക്ക്. നീ നീ ഒറ്റയൊരാൾ കാരണമാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ. സത്യം പറയാലോ, നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നിനക്കെന്തെങ്കിലും പറ്റിയാൽ അതവൻ താണ്ടില്ല. അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ്. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞവൻ ആ വാതിൽ വലിച്ചടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തല പെരുക്കുന്ന വേദനയോടെയാണ് അവൻ കണ്ണുകൾ തുറന്നത്. മുറിയിൽ ആകെ പടരുന്ന ചൂടിൽ അവൻ വിയർത്ത് കുളിച്ചെഴുന്നേറ്റു. മുറിക്കുള്ളിലേക്ക് തുളിച്ച് കയറി വരുന്ന സൂര്യരശ്മികളെ വെറുപ്പോടെയാണ് അവൻ നോക്കി തല വെട്ടിച്ചത്. ഒപ്പം എ സിയിലേക്കും കണ്ണുപോയി. അത് ഓഫാണെന്ന് കണ്ടതും അവൻ കട്ടിൽ നിന്നും ചടച്ചുകൊണ്ട് എഴുന്നേറ്റു. അവിടെ ആകെ എ സിയുടെ റിമോട്ട് നോക്കി കാണാത്തതിന്റെ ദേഷ്യത്തിൽ അടത്ത് കിടന്ന തലങ്ങണയെടുത്ത് ഒരൊറ്റ ഏറായിരുന്നു നിലത്തേക്ക്. എങ്ങനെയൊക്കെയോ കട്ടിൽ നിന്ന് നിലത്തേക്ക് കാലുവെച്ചെങ്കിലും തലയ്ക്കുള്ളിലേക്ക് നൂണ്ടു കയറുന്ന അഗ്നി പോലെയുള്ള വേദനയുടെ തരംഗങ്ങളെ അവന് തടയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൻ ഇരു കൈകൾ കൊണ്ടും മുടി വലിച്ചു വിട്ടു. അപ്പോഴാണ് അവന്റെ കയ്യിലെ കെട്ട് ശ്രദ്ധിക്കുന്നത്. അഗ്നി. പല്ല് ഞെരിച്ച് അത്രയും ദേഷ്യത്തോടെ അവൻ വിളിച്ചു. പിന്നെ ഒരൊറ്റ വാശിയിൽ ആ ബാൻഡേജ് അത്രയും വലിച്ചവൻ എവിടെയൊക്കെ എറിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു എന്റെ കാര്യം നോക്കാൻ വേണ്ടി ഇവിടേക്ക് കയറരുതെന്ന്. വലിച്ചു പറിച്ച് കളയുന്നതിനോടൊപ്പം തന്നെ അവനോട് എന്ന പോലെ അവൻ മുരണ്ടു. ബാൻഡേജ് താഴേക്ക് വീണതും അവന്റെ കൺമുന്നിലേക്ക് കൈ കുറച്ചുകൂടി വ്യക്തമായി. ഇപ്പോഴും ചതഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ശരീരത്തിലൂടെ ഒഴുകുന്ന ലഹരിയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നും വേദന ഇപ്പോൾ അറിയുന്നുണ്ട്. പക്ഷെ അതിനുമപ്പുറം അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തലവേദനയും ശരീരം തളരുന്നതുമാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത പലതിനു മുന്നിലും അടി പതറുന്നു എന്നുള്ള തോന്നൽ പോലും അവന് സഹിക്കാൻ കഴിയാൻ പറ്റുന്നതിലും അധികമായി. അതേ ദേഷ്യത്തോടെയാണ് അവൻ ബാത്റൂമിലേക്ക് കയറിയതും. പക്ഷെ നടക്കുന്നതിനിടയിൽ പലപ്പോഴും അവന്റെ കാലുകൾ വേയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആരോടോ ഉള്ള വാശി എന്ന പോലെ അവൻ വീഴാതെ ചുവരിൽ പിടിച്ചു തന്നെ ഷവറിന് കീഴിൽ നിന്നു. തണുത്ത വെള്ളം തലയിലേക്ക് വീണ് കുറച്ചേറെ കഴിഞ്ഞതും കണ്ണുകൾ തുറക്കാൻ പറ്റുന്ന രീതിയിൽ അവന്റെ മുഖം ഒന്ന് ഉയർന്നു. പിന്നെയും കുറെ നേരം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ശരീരമാകെ തളരുന്നു എന്നൊരു തോന്നലിൽ അവൻ ഫ്രഷായി പുറത്തേക്കിറങ്ങി. ഒരു ടവൽ മാത്രം ഉടുത്ത് ഒഴുകിയിറങ്ങുന്ന മുടിത്തുമ്പുകളെ അലസമായി വിട്ട് പുറത്തേക്കിറങ്ങിയവന്റെ നോട്ടം ആദ്യം ചെന്നത് വൃത്തിയായി കിടക്കുന്ന തറയിലേക്കാണ്. അവന്റെ മുഖം ചുളിഞ്ഞു. അതേ ഭാവത്തോടെ തന്നെ അവന്റെ കണ്ണുകൾ ആ മുറിക്ക് ചുറ്റും ഒന്ന് വലം വെച്ചു തന്നു. കഴിഞ്ഞ 4 ദിവസം ആ മുറിയെ എന്തൊക്കെയാണ് വൃത്തികേടാക്കിയിട്ടിരുന്നത് അതൊന്നും അവിടെയില്ല. ഒപ്പം അവിടമാകെ തൂത്ത് തുടച്ച് വൃത്തിയായി ഇട്ടിരിക്കുന്നു. ഒപ്പം നനുത്ത ഒരു സുഗന്ധവും. അഗ്നി. ഒരിക്കൽ കൂടി അവന്റെ പല്ലുകൾക്കിടയിൽ കിടന്ന് ആ പേര് ചതഞ്ഞരഞ്ഞു. മുറിക്കുള്ളിലേക്ക് കയറിയവൻ തുറന്നിട്ട ജാലകങ്ങൾ അത്രയും ആരോടോ ഉള്ള വാശി പോലെ വലിച്ചടച്ചു. മാറിക്കിടക്കുന്ന ഡബിൾ ഷെയ്ഡ് കർട്ടൻസ് വലിച്ചിട്ട് വീണ്ടും ആ മുറിയെ പഴയ പോലെ ഇരുട്ടാക്കി തുടങ്ങി. ബാൽക്കണിയിലേക്ക് തുറക്കുന്ന അവസാനത്തെ സിംഗിൾ സ്ലൈഡിംഗ് ഡോറിലേക്ക് കൈവെക്കാൻ തുടങ്ങുന്ന നേരത്താണ് പിന്നിൽ എന്തോ ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കുന്നത്. കയ്യിൽ ബ്ലാക്ക് കോഫിയുമായി അകത്തേക്ക് വരുന്നവളെ കണ്ടതും വംശി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിരുന്നു. ഒരു വേള അവൾ തന്നെയാണോ മുന്നിലുള്ളതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മിഴികൾ 1-2 തവണ ചിമ്മി തുറക്കുകയും ചെയ്തു. അത് തന്നെയാണെന്ന് മനസ്സിലായ നിമിഷം അവന്റെ കണ്ണിലാളിയ അഗ്നിയിൽ പെണ്ണ് കരിഞ്ഞു പോകുമെന്ന് പോലും തോന്നി. എന്നാൽ ഇതൊന്നും അറിയാതെ അകത്തേക്ക് വന്നവൾ
മുറിയാകെ മൂടിക്കിടക്കുന്ന ഇരുട്ട് കണ്ട് കണ്ണു ചുളിച്ച് ചുറ്റും നോക്കി. അവസാനം വെളിച്ചമെത്തുന്ന ബാൽക്കണിയുടെ ഭാഗത്തേക്ക് മിഴികൾ എത്തിയതും അവിടെ തന്നെ നോക്കി നിർത്തി ദഹിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് ഒരു ചുവട് വെച്ചു. പതറിക്കൊണ്ടുള്ള കാൽവെപ്പിൽ കയ്യിലിരുന്ന ചൂട് കോഫി അല്പം കയ്യിലേക്ക് മറിയുകയും ചെയ്തു. ആ അറിയാതെ പെണ്ണിന്റെ ശരീരം ശബ്ദം കൊണ്ട് ഉയർന്നുപോയി. അടുത്തേക്കൊരുവൻ എത്തിയതും കയ്യിലിരുന്ന ഗ്ലാസ് ചുവരിൽ ചിന്നിച്ചിതറി പോകുന്നതുമൊക്കെ കണ്ണടച്ചിരുന്നവൾ അറിയുന്നുണ്ടായിരുന്നു. വാശിയിൽ കയ്യിൽ പിടിച്ച് എവിടെയോ ഇരുത്തിയതും ചൂടുവെള്ളം വീണെടുത്ത് തണുത്ത എന്തോ പുരളുന്നതുമൊക്കെ അറിഞ്ഞിട്ടും അവൾ മിഴികൾ തുറന്നില്ല. അല്പനേരം കഴിഞ്ഞതും അകലിരുന്ന സാമീപ്യം അകലുന്നു തോന്നിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അരികിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതിനെ കണ്ടതും അവൾ ആ കയ്യിൽ പിടിച്ചതും ഒരൊറ്റ തട്ടിൽ ആ കൈ തട്ടിമാറ്റി വംശി മിററിന്റെ അവിടേക്ക് ചെന്നു. അവന്റെ തള്ളിമാറ്റലിലും അവഗണനയിലും അവളുടെ ഹൃദയം നൊന്തെങ്കിലും അതെല്ലാം തന്റെ പ്രവൃത്തി കൊണ്ടാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ പെണ്ണ് കരഞ്ഞുകൊണ്ട് അവന്റെ പിന്നിലേക്ക് ചെന്ന് അവനെ പിന്നിലൂടെ തന്നെ വട്ടം ചുറ്റിപ്പിടിച്ചു. എന്നെ തൊട്ടുപോകരുത് നീ, മുരളുന്ന പോലെ പറഞ്ഞുകൊണ്ടവൻ പെണ്ണിനെ വലിച്ച് നിലത്തേക്കിട്ടിരുന്നു. അവിടെ നിന്നും എഴുന്നേറ്റവൾ പിന്നെയും അവനരികിലേക്ക് എത്തി. വിച്ചേ, സ്റ്റോപ്പ്! നിന്റെ നാവുകൊണ്ട് എന്റെ പേര് പോലും പറഞ്ഞിനി ഞാൻ കേൾക്കരുത്. ദേഷ്യത്തിലും വാശിയിലും പിന്നെയും എന്തൊക്കെയോ തറയിലേക്ക് വീണ് ചിന്നിച്ചിതറി മാറി. അവന്റെ ദേഷ്യം അറിയുന്നവൾ അതൊക്കെ സഹിക്കാൻ എന്ന പോലെ കണ്ണുമടച്ചു നിന്നതല്ലാതെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ദേഷ്യത്തിൽ കൈ കിട്ടിയ എന്തോ തല്ലി പൊട്ടിച്ച് തിരിഞ്ഞു നോക്കുന്നവൻ കാണുന്നത് കണ്ണുകൾ അടച്ച് ആലില പോലെ വിറയ്ക്കുന്നവളെയാണ്. അതുകൂടി കണ്ടതും അവന്റെ ദേഷ്യം പിന്നെയും പാരമ്യതയിലെത്തി. അത് കുറയ്ക്കാൻ എന്ന പോലെ വാർഡ്രോബ് തുറന്ന് അവൻ എന്തോ തിരയുന്ന നേരത്താണ് സിദ്ധി പേടിയോടെയാണെങ്കിലും കണ്ണു തുറക്കുന്നത്. ആ നേരത്തവൾ കാണുന്ന കാഴ്ച കയ്യിലിരുന്ന മദ്യക്കുപ്പി അതുപോലെ വായിലേക്ക് കമഴ്ത്താൻ തുടങ്ങുന്ന പ്രാണനെയാണ്. കഴിഞ്ഞ 4 ദിവസമായും അവൻ ആഹാരം പോലും കഴിക്കാതെ ഇത് മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ള അഗ്നിയുടെ വാക്കുകൾ ഓർമ്മയിലേക്ക് വന്നതും അവൾ വേഗം പോയി അവന്റെ കയ്യിൽ പിടിച്ചു. വിടടി, നിന്നോടാ പറഞ്ഞത് വിടാൻ. പ്ലീസ് പ്ലീസ് വിച്ചേട്ടാ, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ ഇനി ഇത് കുടിക്കല്ലേ. എന്റെ വിച്ചേട്ടനല്ലേ. കരഞ്ഞ് കാലും പിടിവെക്കും പോലെയുള്ള അവളുടെ സംസാരം കേട്ടതും അവന്റെ മുഖം പുച്ഛത്തിലൊന്നു തോടി. നിന്റെ വിച്ചേട്ടനോ? ആര് പറഞ്ഞത്? അതുപോലെ നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ എനിക്ക് ദേഷ്യപ്പെടാൻ നീ എന്റെ ആരാണ്? എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവളുടെ മകളല്ലാതെ മറ്റാരാടി നീ എനിക്ക്? അവളെ കുത്തി നോവിക്കാൻ എന്ന പോലെ അവൻ അവസാനം ചോദിച്ച ചോദ്യത്തിന് പെണ്ണ് പതറിക്കൊണ്ട് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.